ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു ഡൈകാസ്റ്റർ ആപ്പ് അഗെയിൻ. നമ്മളിത് വീണ്ടും ഒരു ഹോട്ട് വീൽസ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സിംഗിൾ പാക്കിൽ കാണിക്കാൻ പോകുന്നത് ഹോട്ട് വീൽസിൻ്റെ വളരെ റയർ ആയിട്ടുള്ള 6 പാക്കാണ്. ഹോട്ട് വീൽസ് സമാക് സീരീസിൽ വരുന്ന ഒരു 6 പാക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോക്സിന് പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ബോക്സ് അല്ല. സാധാരണ നമുക്ക് ഹോട്ട് വീൽസിന് വരാറുള്ളത് ഇങ്ങനെ ഒരു ബ്ലിസ്റ്ററിലാണ്. അതേപോലെ ഇപ്പോൾ പ്രീമിയം ആണെങ്കിലും ഇതേപോലെ ബ്ലിസ്റ്ററിൽ വരാറ്. പിന്നെ 5 പാക്കും 3 പാക്കും ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലേക്ക് വരാറുണ്ട്. 5 പാക്ക് 3 പാക്ക് ഇപ്പോൾ ഇങ്ങനെ കാണാറില്ല. പിന്നെ ഇപ്പോൾ 2 പാക്കും ഉണ്ട് ബ്ലിസ്റ്ററിൽ വരുന്നത്. പിന്നെ 10 പാക്സ് ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പണ്ട് 10 പാക്സിന് നമുക്കിവിടെ കാണാമായിരുന്നു. ഇപ്പോൾ ഇതൊരു 10 പാക്കാണ്. ഇത് ആമസോൺ സ്പെഷ്യൽ എന്നാണ് ഈ 10 പാക്കിൻ്റെ പേര്. അപ്പോൾ നമുക്ക് സമാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ തുറക്കാൻ പറ്റും. ഒരു ബുക്ക് തുറക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫ്രെയിം തുറക്കുന്ന ഒരു ആൽബം തുറക്കുന്ന പോലെ തുറക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കാർഡ് ആർട്ട് കൊടുത്തിട്ടുണ്ട്. കാർഡ് ആർട്ടിൽ ഒരു ഹോട്ട് വീൽസ് എഴുതിയിട്ടുണ്ട്, AG 3+, സമാക്ക് എഴുതിയിട്ടുണ്ട്, കാറുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്, കാറുകളുടെ ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം ഇമേജ് തന്നെയാണ് നമുക്ക് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒരു ഗാരേജ് സെറ്റപ്പിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം ഇവിടുന്ന് മെറ്റലൊക്കെ ഉരുകി വരുന്നത് കാണാം. ഇവിടുന്ന് കാസ്റ്റ് ചെയ്തിറങ്ങുന്ന പോലെയാണ് ഇതുണ്ടാക്കിയെന്ന് തോന്നുന്നു. ഒരു ഷെൽബി കോബറയുടെ ഫോട്ടോ, എൽ കമീനോ, ഹഡ്സൺ വന്നിട്ട് സീരീസ് 2 പിക്കപ്പ്, സീരീസ് 3 പിക്കപ്പ്, അതേപോലെ 370 സെറ്റ് എല്ലാം ഫ്ലോറിൽ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മുകളിൽ സമാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. സിങ്ക്, അലുമിനിയം, മെഗ്നീഷ്യം ആൻഡ് കോപ്പർ, അതാണ് സമാക്ക് എന്ന് പറയുന്നത്. പിന്നെ വണ്ടികളുടെ ആ ഒരു പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രാഫിറ്റി ഉണ്ട് ഹോട്ട് വീൽസിൻ്റെ ചുറ്റായിട്ട്, ഒരു ഫ്രെയിം പോലെ നമുക്കിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ തുറന്നു നോക്കാം. ഇങ്ങനത്തെ ഒരു ഇതാണ് ഇതിൻ്റെ ബോക്സിൻ്റെ പ്രത്യേകത. ഇതിന് വന്നിരുന്ന റീറ്റെയിൽ പ്രൈസ് 1299 രൂപയാണ്. യൂണിറ്റ് പ്രൈസ് 216.50 ആയിരുന്നു. ഇതൊരു ഇന്ത്യൻ ഇമ്പോർട്ടാണ്. 2023 ഇമ്പോർട്ടാണ് ഇത് ആക്ച്വലി വരുന്നത്. 2023 ഇമ്പോർട്ട്. ISI മുദ്രയൊക്കെ ഉണ്ട്. 6 വെഹിക്കിൾസ് ഇൻക്ലൂഡഡ് എന്നൊക്കെ ഇവിടെ വേറെ ലാംഗ്വേജിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ മാറ്റലിൻ്റെ ലോഗോ, അതേപോലെ 6 കാറുകളുടെയും ഫോട്ടോ. ഇത് ഹഡ്സൺ ഹോർണറ്റും വോൾക്കനും കിഡിലുമായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ ഉള്ളിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് തുറന്നു നോക്കാം. തുറന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വേറെ പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കട്ടെ. ബോക്സ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോണ്. ഞാനപ്പോൾ ഇവിടെ സൈഡിൽ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ 2 ഫ്ലാപ്പും കൂടിയുണ്ട്. മൂന്നാമതൊരു ഫ്ലാപ്പും ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കേസിങ് കാണാം. നമുക്കിപ്പോൾ ഇങ്ങനെ പുള്ളോട്ട് ചെയ്തെടുക്കാം. ബോക്സ് കൊണ്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് 6 കാറും എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഷെൽബി കോബ്ര 420 SC. ഞാൻ നേരത്തെ പറഞ്ഞത് സമാക്ക് എന്ന് പറഞ്ഞാൽ അൺപെയിൻറ്റഡ് ആണ്. ബോഡിയിൽ പെയിൻ്റ് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ഡിസൈൻസ് മാത്രം, സ്ട്രൈപ്സ് മാത്രം കൊടുത്തിട്ടുണ്ട്. വേറെ മെറ്റൽ നമുക്ക് ആ ഒരു മെറ്റലിൻ്റെ ഇൻപെർഫെക്ഷൻസ് ഒക്കെ ഇതിനകത്ത് കാണാം. ഇതിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ച് 5SP വീൽസിലാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു സ്ട്രൈപ്പ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റൊക്കെ നന്നായിട്ട് കൊടുത്തതാണോ. ഇവിടെ മുകളിലൊരു സ്ട്രൈപ്പ് ഉണ്ട്. ഹെഡ്ലൈറ്റ്സ് ഒന്നുമില്ല, ഹെഡ്ലൈറ്റ്സിൻ്റെ ഡീറ്റെയിൽ ഇല്ല. അതേപോലെ നമുക്ക് ഈ ഗ്രില്ലിനകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ഗ്രില്ലൊക്കെ കാണാം. ബ്ലാക്ക് പ്ലാസ്റ്റിക് ആണ് ബേസ് വരുന്നത്. ബാക്കിൽ വലിയ ഡീറ്റെയിൽ ഒന്നുമില്ല. ഹെഡ്ലൈറ്റ്സും ടൈലൈറ്റ്സും കൊടുത്തിട്ടില്ല ഇതിന്. ഇൻറ്റീരിയർ റേസിംഗ് സീറ്റ്സും സ്റ്റിയറിങ്ങും പിന്നെ ആ ഒരു റോൾ കേജൊക്കെ കൊടുത്തേക്കുന്നതാണ്. ഗിയർ ലെവർ കാണാം. അതൊക്കെയാണ് ഷെൽബി കോബ്ര 420 SC. നമുക്ക് അടുത്ത കാറിലേക്ക് നോക്കാം. അടുത്തൊരു ഡ്യുവൽ എഞ്ചിൻ കാറാണ്. ഒരു മോഡിഫൈഡ് ഒരു എൽ ക്യാമിനോണ്. ഇവിടെ ഒരു എൻജിൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് ചിലപ്പോൾ ഇവിടെ ഒരു എഞ്ചിൻ ഉണ്ടാകും, ഡ്യുവൽ എഞ്ചിൻ കാണാം. ഓൾ വീൽ ഡ്രൈവിന് വേണ്ടി പണ്ട് ചെയ്യുന്നൊരു സെറ്റപ്പാണ്. സൈഡിൽ ഹോട്ട് വീൽസ് സ്പീഡ് ഷോപ്പ് എന്നുള്ളൊരു ലോഗോയുണ്ട്. സമാക്കിൻ്റെ ഒരു ലോഗോ ഇവിടെ കാണാം. ഡിഫറെൻറ്റ് സൈസിലാണ് വീല് വന്നിരിക്കുന്നത്. സൈഡിൽ വിൻഡോസ് ഇല്ല, ഫ്രണ്ടിലുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്രില്ലും അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ്സും
എംബോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് കൊള്ളാം. ബേസ് ക്രോം പ്ലാസ്റ്റിക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലെറ്ററിങ് സാധാരണയ്ക്ക് പകരമായിട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ എഴുതി കാണാറ്, ഇത് ഈ ഡയറക്ഷനിലേക്ക് എഴുതിയിരിക്കുന്നു. അതുപോലെ വീലിൻ്റെ ആ ഒരു സൈസ് ഡിഫറൻസ് ഒക്കെ നമുക്ക് കാണാം. നമുക്ക് നെക്സ്റ്റ് കാറിലേക്ക് നോക്കാം. അടുത്തത് ലാൻഡ് റോവറിൻ്റെ സീരീസ് 3 പിക്കപ്പ്. ഡിഫൻഡറിൻ്റെ മുന്നോടിയായിട്ട് ഇറങ്ങിയിരുന്ന ഒരു വണ്ടിയാണ്, പിക്കപ്പാണ്. പിക്കപ്പ് ബെഡിലൊരു സെയിം വീലിൻ്റെ ഡിസൈനിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ലാൻഡ് റോവറിൻ്റെ ലോഗോ കാണാൻ ഒരു ചെറിയ സ്ട്രൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു ഹോട്ട് വീൽസിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഓഫ് റോഡ് ടയേഴ്സാണ്, വേറെ ഡിസൈൻസ് ഒന്നുമില്ല. ഫ്രണ്ടിൽ ഡിസൈൻ ഒന്നുമില്ല, ഹെഡ്ലൈറ്റ്സിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. ഒരു വിഞ്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഓഫ് റോഡ് ബമ്പറുണ്ട്. ബാക്കിൽ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ലാൻഡ് റോവർ സീരീസ് 3 പിക്കപ്പ്. നമുക്ക് അടുത്ത കാറിലേക്ക് പോവാം. അടുത്തത് ആസ്റ്റൺ മാർട്ടിൻ വൾക്കനാണ്. വീൽസ് മൾട്ടി സ്പോക്ക് വീല്, സൈഡിൽ ആ ഒരു സൈഡ് സ്കേർട്ടിംഗ് ഒക്കെ കൊള്ളാം. അതേപോലെ തന്നെ റൂഫ് ബ്ലാക്ക് പ്ലാസ്റ്റിക് ആണ്. വേറെ ഡിസൈൻ ഒന്നുമില്ല. അവർക്കൊരു ഡിസൈൻ കൊടുക്കായിരുന്നു. ഇങ്ങനെ വൾക്കൻ ഇങ്ങനെ ഒരു ഡിസൈൻ ഫാക്ടറിയിൽ നിന്ന് കാണാറുണ്ട്. ആസ്റ്റൺ മാർട്ടിൻ ലോഗോ ഉണ്ട്, ഹെഡ്ലൈറ്റ്സും ഉണ്ട്. ഫ്രണ്ടിലെ ആ ഒരു സ്പ്ലിറ്ററൊക്കെ കൊള്ളാം, ഗ്രില്ല് കൊള്ളാം. ഇതൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കാസ്റ്റിംഗ് ആണ്. അതേപോലെ ബാക്കിലൊരു മാസി സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, ആസ്റ്റൺ മാർട്ടിൻ സിഗ്നേച്ചർ ആ ഒരു സ്പോയിലർ. അതേപോലെ തന്നെ റിയർ ഡിഫ്യൂസറൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി 2021 മെയിൻ ലൈനിൽ വന്നിരുന്ന ഒരു കാസ്റ്റിംഗ് ആണത്. അതിൻ്റെ ഒരു അൺപെയിൻറ്റഡ് വെർഷനാണെന്നുള്ളൂ. ബേസ് വരുന്നത് ബ്ലാക്ക് പ്ലാസ്റ്റിക് ആണ്. വേറെ പ്രത്യേകിച്ചും വേറെ ഡിസൈനുകളൊന്നും എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല. ലോഗോസോ ടാമ്പോസോ ഒന്നുമില്ല. അടുത്തത് നിസാൻ്റെ 370C. ഈ ഡിസൈൻ കാണുമ്പോൾ എനിക്ക് NF അണ്ടർഗ്രൗണ്ടിലെ കാർ ഓർമ്മ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ്സ് ഉണ്ട്, ഗ്രില്ലിൻ്റെ ഡിസൈൻ ഉണ്ട്. സൈഡ് വിൻഡോസ് ഇല്ല, ഫ്രണ്ടും ബാക്കും വിൻഷീൽഡ് മാത്രമേ ഉള്ളൂ. ബാക്കിൽ വേറെ ഡിസൈനൊന്നുമില്ല. ബ്ലാക്ക് പ്ലാസ്റ്റിക് ആണ്. ഒരു കോപ്പർ കളറോടുള്ളൊരു മൾട്ടി സ്പോക്ക് വീൽസാണ്. ഇനി എനിക്കിതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ഉള്ളൊരു കാസ്റ്റിംഗ് ആണ് ഹഡ്സൺ ഹോർണറ്റ്. നമ്മൾ കാർസ് സിനിമ കണ്ടവരൊക്കെ ഫേവറേറ്റ് ആയിരിക്കും ഡോഗ് ഹഡ്സ് എന്ന് പറയുന്നത്. ആ ഒരു ലിവറിയെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഹോട്ട് വീൽസ് ഹോട്ട് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടൊരു റോഡ് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്. 8100 നമ്പർ ഉണ്ട്, ഹഡ്സൺ ഹോർണറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോട്ട് വീൽസിൻ്റെ ഒരു ടാമ്പ് ഇവിടെ കാണാം മോളിലും. അതേപോലെ തന്നെ ഹോട്ട് വീൽസിൽ നിന്നും പിന്നെ റോഡ് സ്ക്വാഡ് എന്ന് എഴുതിയിട്ടുണ്ട്. 8100 ഹുഡും എഴുതിയിട്ടുണ്ട്. ഹോഡും ഒരു ഹോർണറ്റ് എന്ന് എഴുതിയിട്ട് കാണാം. ഫ്രണ്ട് ഗ്രില്ലെല്ലാം കൊള്ളാം. ഹെഡ്ലൈറ്റ്സ് ഇല്ല, ഹെഡ്ലൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഇല്ല. ബാക്കിൽ ടൈൽ ലൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസും ഇല്ല. ബേസ് വരുന്നത് ക്രോം പ്ലാസ്റ്റിക് ആണ്. നല്ല അടിപൊളി ബേസ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ടാണ്. ഒരു ക്രോമിയം കട്ടയിലേക്ക് നോക്കുന്ന പോലെ ഒരു സൈഡ് സ്കേർട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നല്ല കാസ്റ്റിംഗ് ആട്ടോ. എനിക്കിതിൽ എല്ലാം 6 എണ്ണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. നൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഹോട്ട് വീൽസിൻ്റെ സമാക്സ് സീരീസിലെ 6 പാക്കിലെ കാറുകളുടെ വിശേഷങ്ങൾ. നിങ്ങൾക്കിതിൽ ഏത് കാറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഈ മോഡൽസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു ഹോട്ട് വീൽസ് കളക്ടറാണ് അല്ലെങ്കിൽ ഡൈകാസ്റ്റ് കളക്ടറാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഹോട്ട് വീൽസ് അല്ലെങ്കിൽ ഡൈകാസ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. മാത്രമല്ല നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുണ്ട്, ഡൈകാസ്റ്റ് തെറാപ്പി എന്ന പേര്. അത് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മളൊരു ഗിവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്കൊരു വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. ഡൈകാസ്റ്റ് തെറാപ്പി, ദെർ ഇസ് നോ ബെറ്റർ തെറാപ്പി. ഹാപ്പി കളക്ടിങ്. Bye everybody. Thanks for watching.